Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു നൊസ്റ്റാൾജിക് സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേൻ മിഠായി അല്ലെങ്കിൽ നമ്മൾ തേൻ നിലാവ് എന്ന് പറയും. നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സ്വീറ്റാണത്. പിന്നെ ഞാനത് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ഫുഡ് കളർ ഉപയോഗിച്ചിട്ടാണ് തേൻ മിഠായി ഉണ്ടാക്കുന്നത്. ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കാതെയാണ് തേൻ മിഠായി ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തേൻ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേൻ മിഠായി ഉണ്ടാക്കുവാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 3 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം. ഞാനൊരു 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ തേൻ മിഠായിക്ക് കളർ നൽകുന്ന സംഭവം, ബീറ്റ്റൂട്ട്. ഇപ്പം ഞാനിത് 1/2 കപ്പ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ 1/2 കപ്പ് അല്ലെങ്കിൽ കളർ കുറവാണ് നിങ്ങളുടെ ബീറ്റ്റൂട്ടിന് എന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ ആവും. പിന്നെ തേൻ മിഠായിക്ക് വേണ്ട ഷുഗർ സിറപ്പിന് വേണ്ട പഞ്ചസാര ഇപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ആദ്യം നമുക്ക് അരിയും ഉഴുന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് അത് നമ്മൾ 4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്നിട്ട് അത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ അതൊരു 1/2 കപ്പ് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് തേൻ മിഠായിക്ക് കളർ കൊടുക്കുന്നത്. ഞാൻ വേറെ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാട് ഒഴിക്കണ്ട, നമുക്ക് ഇതിൻ്റെ കളർ കിട്ടണം, അത്രയേ ഉള്ളൂ. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഭയങ്കര ലൂസാവും, ഉഴുന്നിൻ്റെയും അരിയുടെയും. അപ്പോൾ ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അതിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് അരിച്ചെടുക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ ഫുൾ ജ്യൂസ് എടുക്കാം, എന്നാലേ നല്ല കളർ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ബീറ്റ്റൂട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് എടുക്കാൻ നോക്കണം. ഓക്കെ, ഇതിപ്പോൾ അരിയും ഉഴുന്നും 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഞാൻ അതിലെ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അപ്പം ഞാനിത് ബീറ്റ്റൂട്ട് ജ്യൂസിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ജ്യൂസിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഉദ്ദേശിച്ച കളർ കിട്ടും. നമുക്കിതിലേക്ക് അരി ഉഴുന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ട്രിപ്പ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 1 ട്രിപ്പിൽ തന്നെ എടുക്കാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് അരച്ചെടുക്കാനുള്ള ബീറ്റ്റൂട്ട് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസാവാൻ നിൽക്കണ്ട ബാറ്റർ. നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ മിക്സിയിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബോളിലേക്ക് മാറ്റാം. നമുക്കിനി ഇതൊരു ബോളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിൽ ഇട്ടിട്ട് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. എനിക്കിപ്പോൾ ഒരു 1/2 കപ്പ് ബീട്രൂട്ടിൽ എനിക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കളർ കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലെടുക്കാം. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരി ഉഴുന്നിനും 2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇതിലേക്ക് 3/4 കപ്പ് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പഞ്ചസാര മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇത് തീ കുറച്ചിടണം. ഇത് പഞ്ചസാര ഇത് തിളച്ചിട്ട് ഇത് സ്ട്രിങ് കൺസിസ്റ്റൻസി ഇല്ല, നൂൽപ്പരുവം, അതാവാൻ പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേൻ മിഠായി ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പാനി തേൻ മിഠായിയുടെ ഉള്ളിലേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്ന് മെൽറ്റായി വരേ വേണ്ടൂ. ഷുഗർ മെൽറ്റായിട്ട് കുറച്ച് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ചിടണം. എന്നിട്ട് നമുക്ക് തേൻ മിഠായി വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് ഇവിടെ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേൻ മിഠായി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. പഞ്ചസാര പാനിയിൽ തേൻ മിഠായി ഫ്രൈ ചെയ്ത് പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് തേൻ മിഠായി വറുത്തെടുക്കാം. ഒരു ചെറിയ സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തി വരും. ഞാനിപ്പോൾ ഒരു സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് അങ്ങോട്ട് ഓവർ ഫ്രൈ ആവരുത്. ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഇത് ഫ്രൈ ആയി വന്ന ഉടനെ തന്നെ നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇടണം.
വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് നാട്ടിലൊക്കെ എല്ലാ ചെറിയ കടകളിലും നമുക്കിത് കിട്ടുമായിരുന്നു. എനിക്കിവിടെ കിട്ടില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തന്നെ. പഞ്ചസാര പാനി ഭയങ്കര സിമ്മിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് പത്ത് മിനിറ്റെങ്കിലും കിടക്കണം, എന്നാലും ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക്, അപ്പോഴേക്കും നമുക്ക് അടുത്ത തേൻ മിഠായി ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റ് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്ത തേൻ മിഠായി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഞാനിത് 10 മിനിറ്റിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്ന തേൻ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇത് ഫുഡ് കളർ ചേർക്കാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.